Hi guys, welcome back to FN Vlogs. So guys, കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും പതിക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മ ഇന്ന് ജസ്റ്റ് പുറത്തു പോവാണ് ഫുഡ് കഴിക്കാൻ. കുറേ കാലം പോയിട്ട്. സോ ഗൈസ് നമ്മളിപ്പോൾ ഒരു ഡേറ്റിന് പോവാണ്, നമ്മൾ രണ്ടാളും മാത്രം. സോ എവിടെ പോകുന്നത് നമ്മൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അത് തീരുമാനിക്കാം. പെൻഡിങ്ങിൽ 2 സ്ഥലമുണ്ട്. അപ്പം അവിടെ എവിടെയെങ്കിലും പോവും. ഭയങ്കര ചൂട്. ഈ ചൂടത്ത് പറ്റുന്നില്ല, നിൽക്കാൻ കഴിയില്ല. ഒരു പണിയാവാനായി ബസ് ഉണ്ടോന്ന് അറിയില്ല ഗൈസ്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് കാണാം. ഗൈസ് ഒരു സംഭവം ഉണ്ടായി ഗൈസ്. നമ്മിപ്പൊ നടക്കുന്ന ഇങ്ങനെ നോക്കണ്ട, കാരണം ബസ് നിർത്തിയിട്ട കാഴ്ച നമ്മളെ കണ്ടിട്ട് ബസ് വിചാരിച്ചിട്ടുണ്ടോ ഏതോ മംഗളത്തിന് പോവാൻ നിൽക്കുന്നത്. സത്യം അങ്ങനത്തെ കോസ്റ്റ്യൂമിലാണ് ഗൈസ് നമ്മിന്ന് ഇറങ്ങിയിട്ടില്ലേ. പിച്ചക്ക് കാണിച്ചിറങ്ങിയത് കുറച്ച് കഴിഞ്ഞ. എന്നിട്ടിപ്പൊ നടക്കുന്നുണ്ട്, അത് ഈ പൊരി വെയിലത്ത് നട്ടുച്ചക്ക് 1 മണി നട്ടുച്ച ഗൈസ്. എന്താക്കുന്ന അറിയില്ല. ഇനി വേണ്ടിട്ട് ഇങ്ങനെ നടക്കുന്നു. ടാൻ അടിക്കും, നല്ല ടാൻ അടിക്കും. നമുക്ക് തൃക്കരിപ്പൂരേക്ക് പോയിട്ട് അവിടെ നിന്ന് ബസ്സിന് പോണം. അപ്പോ ഓട്ടോ കിട്ടുന്നവരെ നടക്കണം. തുടക്കം തന്നെ നല്ലൊരു തുടക്കം. ഇനി ഒടുക്ക എങ്ങനെയാവും അറിയാം. നല്ലതായ മതിന് ഒന്നുമില്ല. അമ്മ ജസ്റ്റ് ഫുഡ് കഴിക്കാൻ പോന്നു, ഫുഡ് കഴിക്കുന്നു. ഇനിയിപ്പൊ എന്താണെന്ന് അറിയില്ല ഗൈസ്. പക്ഷെ നമുക്ക് നോക്കാം, പോയിട്ട് നോക്കാം. നമ്മൾ ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ ഇനിയും പഴയ വരുന്നതായിരിക്കും. ഭയങ്കര ഭാഗ്യമാണ് പറഞ്ഞ ഇതുപോലത്തെ എന്തെങ്കിലും ഉണ്ടാവില്ലേ. സത്യം അതൊരു നിർബന്ധ. സോ ഓർച്ചിട്ട് നോക്കാം. ആരെങ്കിലും ഈ വെയിലെത്തി ഇങ്ങനത്തെ ചെരുപ്പിട്ടിട്ട് വരും, അത് ഹീല് നടക്കണം ഗൈസ്. ഞാനിത് ഓളിട്ടിട്ട് വരും. ഫൈനലി ഇതിന്റെ ഉള്ളിലുള്ള കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയും. കാരണം നമ്മ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് എത്തിയത്. സോ നമ്മുടെ ചൈനീസ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. സാധനം കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. സോ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓർഡർ കൊടുത്തതിന്റെ പേരൊന്നും അറിയില്ല. എല്ലാം ഇങ്ങനെ തൊട്ടടിച്ചിട്ട് ഇത് വേണം ഇത് വേണം, അങ്ങനെയാണ് നമ്മൾ ഓർഡർ കൊടുത്തത്. നമ്മൾ ഇതിനല്ല പേരെല്ലാം പിടിക്കുന്നത്. ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ്. This is our first experience in Koikko. ഇത് കഴിഞ്ഞ് നമുക്ക് സീലബാനിൽ പോണം, സ്വീറ്റ് കഴിക്കണം. പിന്നെ നമ്മുടെ ബബിൾ ടീ ഇടുന്ന ചെയ്തു. അപ്പൊ അതിന്റെ ഞാൻ കാണിച്ചു തരാം. വന്നാ കാണിച്ചു തരാം. നമ്മൾ രണ്ടാളും നമ്മുടെ പേരൊന്നും അറിയത്തില്ല. പയ്യ നോക്കിട്ട് പറഞ്ഞാൽ സംഭവം. ദിസ് ഈസ് ബിബിംബ. എന്തൊക്കെയോ ഉണ്ട് ഗൈസ്. പേരറിയാത്ത എന്തല്ലോ സാധനം വാങ്ങിച്ച് ലാസ്റ്റ് ഒന്നാം പറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൽ കുഴച്ച് വെച്ചിട്ട് എന്ത് ചെയ്യൂ. ഇത് തൊട്ടിട്ട കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുഴച്ച് വെച്ചത്. ഇതെന്റെ ബബിൾ ടീ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഒരു ബോൾ തന്നെ
4 ആൾക്ക് കഴിക്കേണ്ട ക്വാണ്ടിറ്റി ഉണ്ട്. 2 ആൾക്കൊന്നും പോയാല് 2 എണ്ണം ഓർഡർ ചെയ്താൽ തീരെ കഴിക്കാൻ പറ്റൂല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്കൊന്നും തീർന്നിട്ടില്ല. അതുകൊണ്ട് ബാക്കിയുള്ള സാധനം അടുത്ത് നമ്മൾ എവിടെ പോകുന്നു? നമുക്ക് മറ്റേ മാഗ്നം മാളിൽ പോവാം. ഇവിടെ കുറച്ച് ഒരു ഡ്രസ് ഒന്ന് നോക്കാറുണ്ട്. കുറച്ച് നടന്നിട്ടില്ലാകുമ്പോ സ്പേസ് ഉണ്ടെങ്കിൽ ശീലപാൻ കഴിക്കാം. നോക്കാൻ പറ്റും. അത് നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. രണ്ടാളെ കൊണ്ട് എന്തായാലും പറ്റൂല. അതുകൊണ്ട് അതും പെൻഡിങ് ആണ്. നോക്കാം. യെസ്. ഇങ്ങനെ നമ്മൾ നമ്മ ഇവിടെ എത്തി. അങ്ങനെ തിരിച്ച് ബസ് കയറി ഒരുപാട് നടത്തത്തിന് ശേഷം